മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ധവളപത്രം അവതരിപ്പിച്ചതിന് ശേഷം നമ്മുടെ എ റഹീം നടത്തിയ പത്രസമ്മേളനം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഞാനും അത് കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 5 പൈസയുടെ വിവരം ഉണ്ടോ ഇല്ല എന്നുള്ളത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്താണ് തെറ്റ്? അതായത് 77% കേരളത്തിൻ്റെ വരുമാനത്തിൽ പോകുന്നത് ശമ്പളത്തിനും പെൻഷനും വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കൃത്യമായിട്ടുള്ള കാര്യമല്ലേ? അതിലെന്താണ് ഇപ്പോൾ ഇത്ര പ്രശ്നം? എന്താണ് അതുകൊണ്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് ഇവരങ്ങോട്ട് പറയുകയാണ്. KSEB, KSRTC അങ്ങനെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മോണിറ്റൈസ് ചെയ്യണം എന്നാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നതെന്ന്. അതിലെന്താണ് കുഴപ്പം? മോണിറ്റൈസ് ചെയ്യണ്ടേ? പിന്നെ ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ളത് എന്തിനാ? മോണിറ്റൈസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഇൻകം എടുക്കാനല്ലേ ഓരോന്ന് സ്ഥാപിക്കുന്നത്. അല്ലാണ്ട് അതൊന്നും സർവീസ് സ്റ്റേഷൻ മാത്രമല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് നമുക്കെങ്കിലും ഒരു ബോധം വേണ്ടേ? നമുക്ക് ബോധമില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ലെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുള്ളൊരു ബോധമെങ്കിലും നമുക്ക് വേണ്ടേ? എന്തും നമ്മളൊരു കാര്യം അവതരിപ്പിക്കാൻ നിൽക്കുമ്പോൾ ഇവർക്ക് ഭയമാണ്. അത് നാട്ടുകാരറിയും, മറ്റുള്ളവരറിയുന്നുള്ളത്. ഇതാണോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നയം? പാവങ്ങളുടെ പാർട്ടിയല്ലേ? അപ്പം ജനങ്ങളുടെ പാർട്ടിയല്ലേ? പൊതുജനങ്ങളുടെ പാർട്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ. മുൻ മന്ത്രി ബാലഗോപാലൻ പറഞ്ഞത് കേട്ടില്ലേ? പുള്ളി മാത്രമല്ല, പ്രതിപക്ഷ നേതാവും എല്ലാവരും പറയുന്നത് ധവളപത്രം പരസ്യപ്പെടുത്തരുത്, ധവളപത്രം അവതരിപ്പിക്കരുതെന്നാണ്. എന്താണ് ഇവരുടെ പ്രശ്നം? ഇത് കൃത്യമായിട്ട് പൊതുജനം അറിയേണ്ട കാര്യമല്ലേ? ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ആ രാജ്യത്തെ ഒരു സംസ്ഥാനമല്ലേ കേരളം? അല്ലാണ്ട് രാജാവും പ്രജകളും അല്ലല്ലോ ഇവിടെ. രഹസ്യമാണ്. അത് പൊതുജനങ്ങൾ അറിയാൻ പാടില്ല എന്നാണ് ഇവർ പറയണത്. അപ്പോൾ പൊതുജനങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവർ കാണിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വേവലാതിപ്പെടേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. ധവളപത്രം അത് ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധമാണെന്നൊക്കെയാണ് പറയണത്. വിഡ്ഢിത്തമല്ലേ പറയണത്? അല്ല, അതിനുള്ള മറുപടി കൃത്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ അവിടെ നിയമസഭയിൽ തന്നെ കൊടുത്തു. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. ഈ ധവളപത്രം അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് പേരുടെ മുട്ടിടിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിലുള്ളവരുടെയും മന്ത്രിസഭയിൽ ഇല്ലാത്തവരുടെയും പല നേതാക്കന്മാരുടെയും. ഇതൊക്കെ കട്ടുമുടിച്ചവരുടെ, അതായത് ജനങ്ങളുടെ നികുതിപ്പണം കട്ടുമുടിച്ചത് ആരായാലും അവരെയൊക്കെ പിടിച്ച് അകത്തിടണം. അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ, മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് ആർക്കും ഒരു തട്ടുകേടില്ലാതെ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ധവളപത്രത്തിൻ്റെ ഉദ്ദേശം അതാണെന്ന്. അതൊന്നും ആയാൽ പോരാ. ധവളപത്രത്തിൻ്റെ ഉദ്ദേശം ഞങ്ങൾ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് അറിയണം ആരൊക്കെ എന്തൊക്കെ കട്ടുമുടിച്ചു എന്നുള്ളതും കട്ടുമുടിച്ചവർക്കെതിരെ നല്ല രീതിയിലുള്ള അന്വേഷണവും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയും, ജയിലിൽ കിടക്കേണ്ടവർ ജയിലിൽ തന്നെ കിടക്കണം. അത് ഏത് മന്ത്രിയായാലും മന്ത്രിയുടെ ആരായാലും അതൊരു ഉറപ്പ് എന്ത് തന്നെ ആയാലും ജനങ്ങൾക്ക് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കൊടുക്കണം.